ഏതായാലും ഈ കാര്യത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പോലീസ് അന്വേഷിക്കുന്നു എന്നാണ് ഇപ്പോൾ ഫോണിൽ കണക്റ്റഡ് ആണ്. ഒരു നിമിഷം, മന്ത്രി സജി ചെറിയാൻ ചേരുന്നു. മിനിസ്റ്റർ, ഇപ്പോൾ ഒരു അപകടത്തിന്റെ ഈ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണുകയാണ്. എന്താണ് സംഭവിച്ചത്? അല്ല, എന്റെ വണ്ടി ഞാൻ വീട്ടിലിടാറില്ല. ഞാൻ ചെന്ന് കഴിഞ്ഞാൽ എന്റെ വണ്ടി ഡ്രൈവർ ഗസ്റ്റ് ഹൗസിലാണ് ഇടുന്നത്. ചെങ്ങന്നൂര് ഔദ്യോഗിക വണ്ടി ആയതുകൊണ്ട് ഗസ്റ്റ് ഹൗസിലിടുന്നു. അപ്പൊ ഇന്ന് വെളുപ്പിനെ ഞാൻ 6 മണിക്ക് അവിടുന്ന് ക്യാബിനറ്റ് റോഡ് തിരുവനന്തപുരത്തേക്ക് തിരിച്ചു. ആ വരുന്ന വഴിക്ക് വെഞ്ഞാറുമൂട് വെച്ചിട്ട് വീലങ്ങ് ഊരിപ്പോയി. ഞാൻ ഇരിക്കുന്ന സൈഡിലെ വീലങ്ങ് ഊരിപ്പോയി. അപ്പോ ആ വീൽ ഊരിപ്പോയെന്ന് പറയുന്നത് ഒരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് വേണം പറയാം. പക്ഷെ അത് പിന്നെ ഏതെങ്കിലും സാഹചര്യത്തിൽ അത് പിന്നെ വലിയൊരു ദുരന്തം ഉണ്ടാകാനും സാധ്യതയുള്ള തരത്തിലാണ് വീലങ്ങ് ഊരിയങ്ങ് പോയി, തെറിച്ചങ്ങ് പോയി. പക്ഷെ ഇതിനകത്ത് ഈ ബോൾട്ടും നട്ടും എല്ലാം അതുപോലെ ഇരിപ്പുണ്ട്. നട്ടൊക്കെ അടിച്ചു പോയി, ബോൾട്ട് അതുപോലെ ഇരിപ്പുണ്ട്. അപ്പൊ ഈ ക്രിസ്റ്റ ഇന്നോവയ്ക്ക് ഇത്രയും വിലയുള്ള വണ്ടിയല്ലേ, ആ വണ്ടിക്ക് സാധാരണ നമ്മൾ ഇതിനെ കേട്ടിട്ടില്ല, വീലടിച്ചു പോകുന്നു. അപ്പൊ അത് വെച്ചിട്ട് ഞാൻ പോലീസിനോട് പറഞ്ഞു, നിങ്ങളതൊന്ന് അന്വേഷിക്കും. എനിക്ക് സംശയമൊന്നുമില്ല. എനിക്കങ്ങനെ എന്റെ നാട്ടിൽ ഇങ്ങനെ എന്റെ വണ്ടിക്ക് ആരെങ്കിലും പ്രയാസം ഉണ്ടാക്കുന്നുള്ള പേടിയൊന്നുമില്ല, സംശയമില്ല. പക്ഷെ എങ്കിലും ഇത്രയും വിലയുള്ള ഒരു വണ്ടി, പിന്നെ സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്ന വണ്ടി, ഇതുവരെ ആരും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. അല്ല, അതാണ് മിനിസ്റ്റർ, നമ്മൾ സ്വാഭാവികമായി അങ്ങനെ സാധാരണ കേൾക്കാത്ത ഒരു സംഭവമാണ്. അപ്പൊ മിനിസ്റ്റർ പറഞ്ഞ പോലെ ഈ നട്ടും ബോൾട്ടും ഒന്നും അങ്ങനെ ലൂസായി കിടക്കുകയുമില്ലല്ലോ. അപ്പോൾ ഒരു അസ്വാഭാവികത സംശയിക്കുന്നു. അസ്വാഭാവികത എന്ന് വെച്ചാൽ സംശയിക്കാനുള്ള സാഹചര്യമുണ്ട്. കാരണം വെച്ചാൽ പിന്നെ ഇതിന്റെ കംപ്ലീറ്റ് വീലങ്ങ് ഊരി പോവായിരുന്നു. അപ്പൊ അത് നട്ടില്ല, ബോൾട്ട് മാത്രമുണ്ട്. ബോൾട്ട് അവിടെ നിൽപ്പുണ്ട്. ഒരു ബോൾട്ട് അങ്ങോട്ട് ഒടിഞ്ഞിട്ടുണ്ട്, ബാക്കി എല്ലാ ബോൾട്ടും അതുപോലെ നിൽപ്പുണ്ട്. അപ്പൊ നട്ട് എങ്ങനെയാണ് ഊരിപ്പോകുന്നത്? സാധാരണ വരുവാണെങ്കിൽ ഇതിന്റെ മൊത്തം കൂടെ ഒടിഞ്ഞങ്ങ് പോവില്ലേ ചെയ്യുന്നത്. അത്രയും വലിയ പഴക്കമുള്ള വണ്ടിയല്ലല്ലോ. പക്ഷെ ഇത് മാത്രമുണ്ട്. ഇപ്പൊ ഇനിയും മാത്രം 500 കിലോമീറ്റർ, പിന്നെ നമ്മളിപ്പോ സർവീസ് ചെയ്തിട്ട് 500 കിലോമീറ്റർ ഉണ്ട്. 3 ദിവസം മുമ്പ് സർവീസ് ചെയ്തതിനു ശേഷം 500 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ അപകടം ഉണ്ടാകേണ്ട കാര്യമില്ല. പിന്നെ ഒരു ഭാഗ്യം കൊണ്ട് ഞങ്ങൾ എന്തായാലും രക്ഷപ്പെട്ടു. അത് ഒരു ഭാഗ്യം. സമയത്ത് തന്നെ കാർ നിയന്ത്രണം വിട്ടോ? കാർ നിയന്ത്രണം വിടാൻ പറഞ്ഞാൽ ഒരു കേറ്റത്തിന്റെ വളവിലാണ് ഇത് ഉണ്ടായത്. അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി. അപ്പൊ കേറ്റത്തിന്റെ വളമായപ്പോഴത്തെ വീലൊടിഞ്ഞു പോവുകയും വണ്ടിയുടെ ബാക്കിലെ വന്ന് എന്റെ സൈഡങ്ങ് താഴോട്ടങ്ങ് ഇരിക്കുകയും അതിങ്ങനെ സൈഡിലോട്ടങ്ങ് വലിച്ചങ്ങ് കൊണ്ടുപോയി വണ്ടി. അങ്ങനെ വണ്ടി കയറ്റമായതുകൊണ്ട് പെട്ടെന്ന് ചവിട്ടി നിന്നു. ഇങ്ങനെ ഭാഗ്യം നിന്നു. അതല്ലാതെ ഒരു സ്ഥലത്തായിരുന്നെങ്കിൽ ചിലപ്പോൾ അത് വണ്ടി മറിയാനോ അല്ലെങ്കിൽ വേറെ വലിയ വണ്ടികൾ വല്ലതും വന്നാൽ നമ്മൾ ആ വണ്ടി കടിയിൽ പോയി വിടാനോ ഒക്കെ ഉള്ള സാധ്യത ഉണ്ടായിരുന്നു. വേണമെങ്കിൽ സംഭവിക്കാം. അല്ല, വീലൂരി പോവാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ലല്ലോ. അതെ. ഈ പോലീസ് കാർ പരിശോധിച്ചോ? ഇല്ല, ഞാൻ അവിടുന്ന് പിന്നെ നമ്മുടെ അവിടുത്തെ DK മുരളി MLA അദ്ദേഹത്തിന്റെ കാർ ട്രിവാൻഡ്രത്ത് കൊണ്ടുവിട്ടു. പിന്നെ സ്വാഭാവികമായിട്ടും ഇനി പരിശോധിക്കുമായിരിക്കുമല്ലോ, എനിക്കറിയില്ല. ഞാനീ പോരുന്നു. പിന്നെ പോലീസിനെ അത് ഒന്ന് ചോദിച്ചു, എന്താ ഈ വണ്ടി അവിടെ ഇട്ടപ്പോ ക്യാമറ. അപ്പൊ ഇതിനകത്തൊരു കാര്യം കൂടെ വന്നത്, ഈ പിന്നെ 2 മണിക്ക് ശേഷം ഈ ഗസ്റ്റ് ഹൗസിലെ പിന്നെ കുറച്ച് സമയം കറണ്ട് പോയതായ വാർത്തയിൽ വന്നിട്ടുണ്ട്. 2:45 മുതൽ 3:15 വരെയുള്ള സമയം, 3:30 വരെയുള്ള സമയത്ത് കറണ്ട് ഇല്ലായിരുന്നു എന്നാണ് ഇപ്പൊ അവർ പറയുന്നത്. അപ്പൊ അതിപ്പം അന്വേഷിക്കേണ്ട കാര്യമാണല്ലോ. ആ സമയത്ത് അത്ര അങ്ങനെ കറണ്ട് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് പിന്നെ ക്യാമറ അത്രയും സമയത്ത് ക്യാമറ കാണുന്നില്ല എന്ന് പറയുന്നു. അപ്പൊ അതെന്താ നോക്കട്ടെ, എന്തായാലും അന്വേഷിക്കട്ടെ. ഈ കൃത്യമായി സർവീസിനൊക്കെ കൊടുക്കുന്ന, അല്ലെങ്കിൽ ഇപ്പൊ ഡ്രൈവർക്ക് തന്നെ എന്തായാലും അത്രത്തോളം പരിചയം ഉണ്ടാവുമല്ലോ, ഇറങ്ങുമ്പോഴൊക്കെ അയ്യോ, ഒരു മിനിറ്റ് പോലും നമ്മൾ പിന്നെ അത് സർവീസ് ചെയ്തിരിക്കുന്നത് എല്ലാം കറക്റ്റ് ടൈമിന് കൃത്യമായി സർവീസ് ചെയ്യുന്ന വണ്ടിയാണ്. പ്രത്യേകിച്ച് എന്റെ വണ്ടി ഞാൻ കൃത്യമായി പറയാറുണ്ട്. കാരണം നമ്മളെപ്പോഴും നിയമം പാലിക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് കൃത്യമായി നമ്മളത് ചെയ്യുന്ന വണ്ടി. വലിയ പഴക്കമുള്ള വണ്ടിയല്ല, ഞാൻ മന്ത്രിയായതിനു ശേഷം ഗവൺമെന്റ് വന്ന വണ്ടിയാണ്. ശരി മിനിസ്റ്റർ, എന്തായാലും താങ്കളും സംഘവും രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. പെട്ടെന്ന് തന്നെ മന്ത്രിക്ക് അവിടെ നിന്ന് മാറാനും കഴിഞ്ഞു.